നമസ്കാരം. സോഷ്യൽ മീഡിയ താരം രേണു സുധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും തർക്കങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുധിക്കും മക്കൾക്കും ഇഷ്ടദാനമായി ലഭിച്ച സ്ഥലവും വീടുമാണ് ഇപ്പോൾ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. രേണുവിനെതിരെ വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത്. ബിഗ് ബോസിൽ നിന്ന് പോസിറ്റീവായി ഇറങ്ങിയ രേണു ഇപ്പോൾ വിവാദ പരാമർശങ്ങളുടെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. പ്രധാനമായും വീട് നിർമ്മിക്കാൻ ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പിനെയും വീട് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഫിറോസിനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കത്തിന് കാരണം. ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് വിശേഷിപ്പിച്ചതോടെ അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവും പ്രശ്നങ്ങളുമായി. വീടിന്റെ തകരാറുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഫിറോസുമായും പ്രശ്നങ്ങളുണ്ടായി. രേണുവും കിച്ചു സുധിയും ബിഷപ്പ് നോബൽ ഫിലിപ്പും എല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്തായാലും ചർച്ചാ വിഷയമാണ്. രേണു നിരന്തരമായി അപമാനിക്കുന്നതിനാൽ ദാനം നൽകിയ ഭൂമിയുടെ ആധാരം ക്യാൻസൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ബിഷപ്പ്. രേണുവിനെതിരെ മാത്രമല്ല, കിച്ചുവിന്റെ പേര് കൂടി വക്കീൽ നോട്ടീസിൽ ബിഷപ്പ് ഉൾപ്പെടുത്തിയിരുന്നു. വിഷയത്തിൽ പ്രതികരിച്ചു കിച്ചു എത്തിയിരുന്നു. അമ്മ രേണുവിനെ ഉപദേശിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും താൻ സ്വന്തം കാര്യം മാത്രം നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെന്നും കിച്ചു പറഞ്ഞിരുന്നു. തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള വിവാദങ്ങൾ കോണ്ടന്റ് ആക്കുന്ന യൂട്യൂബർമാർക്കെതിരെയും കഴിഞ്ഞ ദിവസം ചെയ്ത ലൈവ് വീഡിയോയിൽ കിച്ചു പ്രതികരിച്ചിരുന്നു. ഇപ്പോഴത്തെ കിച്ചുവിന്റെയും കൂട്ടുകാരുടെയും പുതിയ വീഡിയോ വൈറലായതോടെ വിവി ഹിയർ എന്ന യൂട്യൂബിൽ കിച്ചുവിനെ വിമർശിച്ച് എത്തിയിരിക്കുകയാണ്. വിവാദങ്ങൾ കുറയണമെങ്കിൽ കിച്ചു രേണുവിനെ നിലയ്ക്കും നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വിവി പറയുന്നു. കിച്ചുവിന്റെയും കൂട്ടുകാരുടെയും ഒരു ലൈവ് കാണാനിടയായി. അതിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള ചില യൂട്യൂബേഴ്സിനെ കുറിച്ചെല്ലാം കിച്ചു കൂട്ടുകാരും സംസാരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അവരുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നു എന്ന തരത്തിലാണ് ഇവരുടെ സംസാരം. കിച്ചുവിനോട് ഉണ്ടായിരുന്ന റെസ്പെക്ട് പുതിയ ലൈവ് കണ്ടതോടെ പോയി. കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വീഡിയോയിൽ വന്ന് സംസാരിക്കണം. എല്ലാ പ്രാവശ്യവും കൂട്ടുകാർക്കൊപ്പം വന്നാണ് കിച്ചു സംസാരിക്കുന്നത്. അധിക പ്രായമൊന്നുമില്ല കിച്ചുവിനും കൂട്ടുകാർക്കും. അവർ വന്നിരുന്ന് വായിൽ തോന്നിയത് പറയുകയാണ്. കിച്ചുവിന് ഇനി അങ്ങോട്ട് നെഗറ്റീവ് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് ഒപ്പമുള്ള കൂട്ടുകാരായിരിക്കും. താമസിക്കാതെ അതിനുള്ള പണി കിട്ടുകയും ചെയ്യും. കിച്ചുവിനെതിരായി ഒരുപാട് കാര്യങ്ങൾ കിട്ടിയപ്പോഴും ഫോൺ വിളിച്ച് ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. കിച്ചുവിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പലരും ഫോൺ വിളിച്ച് പറഞ്ഞു. നന്നായി മദ്യപിക്കും, ലഹരിക്ക് അടിമയാണ് തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ കിച്ചുവിനെ വിളിച്ച് ഉപദേശിക്കുകയാണ് ചെയ്തത്. യൂട്യൂബ് ചാനലും ഉണ്ടല്ലോ, അതിൽ നിന്നും വരുമാനവും ഉണ്ടാക്കാം. അതിനാൽ ദയവ് ചെയ്ത് ഒരു പരിപാടികൾക്കും പോകരുത്, സ്വന്തം കാര്യം നോക്കി ജീവിക്കണമെന്നെല്ലാം അവനെ ഉപദേശിച്ചിരുന്നു. എന്നാൽ കിച്ചുവിന്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡും സംസാരവും കാണുമ്പോൾ ഒരിക്കൽ ഞാൻ അവനെ വിളിച്ച് സംസാരിക്കരുതായിരുന്നു എന്ന് തോന്നുന്നു. കിച്ചുവിന് സംസാരിക്കാൻ ഇത്ര കഴിവുണ്ടെങ്കിൽ ആദ്യം അടക്കി നിർത്തേണ്ടത് രേണു സുധിയെയാണ്. അവരാണ് കിച്ചുവും ഒപ്പമുള്ളവർക്കും ഇത്രയേറെ നെഗറ്റീവ് വാങ്ങി കൊടുക്കുന്നത്. കേസ് വരാൻ കാരണവും രേണുവാണ്. ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് രേണുവിനെയാണ്. വക്കീൽ നോട്ടീസ് എന്താണെന്നുള്ള ബോധം കിച്ചുവിനുണ്ടോ? രേണുവിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കിച്ചുവാണ്. കാരണം സുധിയുടെ നിലവിലെ ഭാര്യ രേണുവാണെന്നും വി പറയുന്നു. കൊല്ലം സുധിയുടെ മക്കൾക്ക് സുമനസ്സുകൾ നൽകിയ വീടും സ്ഥലവും ചർച്ചയായി മാറിയത് രേണുവിലൂടെയാണ്. വീടിന്റെ പണിയെയും അതിന്റെ പോരായ്മകളെയും കുറിച്ച് രേണു മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. രേണുവിന്റെ ആരാധകർ എന്ന് അവകാശപ്പെടുന്ന ചിലരും ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തുകയും സമൂഹ മാധ്യമങ്ങളോടെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. കോട്ടയത്ത് ബിഷപ്പ് കൊടുത്ത സ്ഥലത്താണ് സുധിലയം സ്ഥിതി ചെയ്യുന്നത്. രേണുവും ഇളയ മകനും മാതാപിതാക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. കിച്ചു സുധിയുടെ അമ്മയ്ക്കും ചേട്ടന്റെ കുടുംബത്തിനും ഒപ്പമാണ്. അതേസമയം ദാനം നൽകിയ സ്ഥലവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പും രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ശക്തമായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരാൾ സുധിയുടെ മൂത്ത മകൻ കിച്ചുവാണ്. രേണുവിനെ കിച്ചു വിലമതിക്കുന്നില്ലെന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം. ഇപ്പോഴത്തെ വീണ്ടും എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ സംഭവമൊന്നുമല്ല നടന്നേക്കുന്നത്. ഞങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടണമൊന്നുമില്ല. ആവശ്യങ്ങൾക്കായി രേണു അമ്മയുമായി ഞാൻ കോണ്ടാക്ട് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ബിഷപ്പിന്റെ സ്ഥലം വിഷയത്തിൽ കേസല്ല, വക്കീൽ നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഒരാൾ പരാതിപ്പെടുമ്പോൾ കിട്ടുന്നതാണത്. അല്ലാതെ എന്നെ പിടിച്ച് ജയിലിലിടില്ല, വീടും പോവില്ല. ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എന്തൊക്കെ ക്യാപ്ഷനാണ് ഇടുന്നത്. ഞാൻ ബിഷപ്പിനെ തല്ലിയെന്ന് വരെ ക്യാപ്ഷൻ കണ്ടു. ബിഷപ്പിനെതിരെ എന്തോ പറഞ്ഞതിന് സജിത എന്ന സ്ത്രീക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. അവർ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ ഫിറോസിക്കയെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. വക്കീൽ നോട്ടീസ് കൈപ്പറ്റണോ ഒപ്പിട്ട് വാങ്ങാനോ ഞാൻ പോവില്ല. എന്നെ ബാധിക്കുന്ന സംഭവമല്ല. സജിതയുടെയും രേണു അമ്മയുടെയും പേരിലാണ് നോട്ടീസ്. അവരെ പേടിപ്പിക്കാനുള്ള നോട്ടീസാണ്. അല്ലാതെ വീടും സ്ഥലവും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. അമ്മ ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന് വിളിച്ചുവെന്ന് അറിഞ്ഞു. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയൂ. അത് മാത്രം എനിക്ക് ക്ലിയർ ആക്കിയാൽ മതി. അമ്മയെ തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ കാര്യം മാത്രം ഞാൻ ക്ലിയർ ആക്കി പോയാൽ പോരെ. അല്ലാതെ ആ ഒരു ബെൽറ്റിലോട്ട് കയറാൻ താല്പര്യമില്ല. ആ വീട് ഒഴിഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ വീട്ടിലല്ല നിൽക്കുന്നത്, കൊല്ലത്താണ്. ഈ വീടിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 15 വർഷം കഴിയണം. ഒരു വീട് വെക്കാനുള്ള സമയം എനിക്കുണ്ട്. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അല്ലാതെ നട്ടലിന്റെ കുറവ് ഉള്ളതുകൊണ്ടല്ല. നട്ടലിന് കുറവുണ്ടോ എന്ന് വന്ന് നോക്ക്. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ പരിഹരിക്കാം. നട്ടൽ ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ പോകുന്നത്. ഭാവിയിൽ ഒരു വീട് വെക്കാൻ എന്നെ കൊണ്ട് പറ്റും.
കൈക്കും കാലിനും കുഴപ്പമില്ലാത്ത സമയം വരെ ഞാൻ നിൽക്കും. ഞാൻ എൻ്റെ കാര്യം നോക്കിപ്പോയാൽ പോരെ, മറ്റൊന്നും എന്നെ ബാധിക്കുന്നില്ല. കുഞ്ഞിലെ എനിക്കുണ്ടായിരുന്നത് അച്ഛനാണ്. കൊല്ലത്തെ വീട്ടുകാരാണ് പിന്നെ എന്നെ നോക്കിയത്. വീടും സ്ഥലവും തന്ന ആരെയും ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. കുറ്റം പറയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഞാനും അമ്മയും തെറ്റിക്കാണുക എന്നതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഞാനും അമ്മയും പരസ്പരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. എനിക്ക് ചിലർ ആവശ്യമുള്ളപ്പോൾ അമ്മയെ ഞാൻ വിളിക്കും. ആ ഒരു കോണ്ടാക്ട് മാത്രം. നിങ്ങൾക്ക് അറിയാത്ത സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും സംസാരിക്കുന്നതും കൂട്ടുകാർ എനിക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഒന്നും സംസാരിക്കാതെ ഇരുന്നാൽ നട്ടല്ലില്ലെന്ന് പറയും, പറഞ്ഞാൽ അഹങ്കാരി എന്നും വിളിക്കും. ഞാൻ ആരെയും കൈവിടാനും കൈ പിടിക്കാനും നിൽക്കുന്നില്ല. എൻ്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ശരികൾക്കനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അമ്മയും ഞാനും കൊച്ചുകുട്ടികളല്ല, ബോധമില്ലാത്തവരല്ലല്ലോ. അമ്മയ്ക്ക് അമ്മയുടേതായ ഇഷ്ടമുണ്ട്. ലോകത്ത് നടക്കുന്നത് അമ്മയ്ക്കും കാണാവുന്നതേ ഉള്ളൂ. അമ്മയോട് ഭയങ്കരമായ കോണ്ടാക്റ്റ് ഇല്ല. എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നാൽ എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ കളയുന്നത് പോലെയാകും. അമ്മയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കിതിന് പിറകെ കിടന്ന് ഓടാൻ വയ്യെന്നും കിച്ചു പറഞ്ഞു. അതേസമയം തന്നെ പങ്കെടുക്കുന്ന ചടങ്ങുകളിലെല്ലാം ശ്രദ്ധിക്കപ്പെടാറുണ്ട് രേണുസുതി. ഭർത്താവിൻ്റെ വിയോഗശേഷമായി അഭിനയ മേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു അവർ. നേരത്തെ അവസരങ്ങൾ വന്നപ്പോഴൊന്നും താല്പര്യമില്ലായിരുന്നു. ഇന്നിപ്പോൾ ജീവിക്കാനായി വേറെ ഒരു മാർഗവുമില്ല. അഭിനയം അറിയാവുന്ന ജോലിയല്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂവെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. ആൽബങ്ങളും സിനിമകളുമൊക്കെയായി സജീവമാണ് അവർ. അതിലുപരി ഉദ്ഘാടനങ്ങളിലും രേണുവിൻ്റെ സാന്നിധ്യമുണ്ട്. പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുക്കാനും രേണുവിന് കഴിയുന്നുണ്ട്. എവിടെ കണ്ടാലും മയക്കുമായ ആളുകൾ മുന്നിലേക്ക് വരുന്നുണ്ട്. യൂട്യൂബ് ചാനലുകാരും ബ്ലോഗർമാരുമൊക്കെ രേണുവിനെ വിടാതെ പിന്തുടരുന്നുമുണ്ട്. ബഹ്റൈൻ യാത്ര കഴിഞ്ഞെത്തിയപ്പോഴും പുതിയ വിശേഷങ്ങളെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ. കഴുത്തിൽ സി എന്നെഴുതിയ ലോക്കറ്റായിരുന്നു ഇത്തവണ ചോദ്യമായത്. സി അല്ല, ഇത് കപ്പലണ്ടിയാണ്, വില കൂടിയ ഡയമണ്ട് ആണെന്നൊക്കെ എഴുതിക്കോളൂ എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. ഈ സി ആരാണ്, ചാർലി എന്നാണോ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. ചാർലി എന്ന് മുസ്ലിം പേരുണ്ടോ എന്നായിരുന്നു രേണു തിരിച്ചു ചോദിച്ചത്. എപ്പോഴുള്ളതിൽ വില കൂടിയ സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ ഹൃദയമാണെന്നായിരുന്നു മറുപടി. കുറച്ച് നാളത്തേക്ക് ഇനി സമാധാനമാണല്ലോ എന്നായിരുന്നു കരുതിയത്. അപ്പോഴാണ് ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണെന്ന് അറിയുന്നത്. ഇപ്പോൾ പാട്ടുപാടാനൊന്നുമുള്ള മാനസികാവസ്ഥയിലല്ല ഞാനെന്നും രേണുസുതി പറഞ്ഞു. ഒന്നിനു പിറകെ ഒന്നായി ഓരോ വിവാദങ്ങളാണ്. മക്കളുടെ പേരിൽ കിട്ടിയ വീടാണ് ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇഷ്ടദാനമായി വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് അത് തിരികെ കിട്ടുന്നതിനായി രേണുവിനും മകനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്വന്തമായൊരു വീട് എന്ന വലിയ ആഗ്രഹം ബാക്കി വെച്ചായിരുന്നു സുധിയുടെ അപ്രതീക്ഷിത വിയോഗം. ഫ്ലവേഴ്സ് ടിവിയും സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളുമൊക്കെ ഈ ആഗ്രഹം സഫലീകരിക്കാനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. രേണുവിനെയും നേരിട്ടറിയാവുന്ന പുരോഹിതനുമായിരുന്നു വീട് വയ്ക്കാൻ സ്ഥലം നൽകിയത്. ജോലിക്കായി രേണു പുറത്തേക്ക് പോകുമ്പോൾ മകനെ നോക്കുന്നത് അച്ഛനും അമ്മയുമാണ്. മൂത്ത മകനായ കിച്ചുവും ഇടയ്ക്ക് ആ വീട്ടിൽ വരാറുണ്ട്. പ്രാർത്ഥനയൊക്കെയായി സമാധാനത്തോടെ കഴിയുന്ന കുടുംബമാണ് അതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. വീട് ചോരുന്നുണ്ടെന്ന് രേണു പറഞ്ഞതോടെയാണ് ഫിറോസും മറുപടിയുമായി എത്തിയത്. അങ്ങനെ ഒരു കംപ്ലൈന്റ് വരേണ്ട സാഹചര്യം ഇല്ലല്ലോ, അതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു പണിയെടുത്തവരും ചോദിച്ചത്. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു രേണു ഇതേക്കുറിച്ച് പറഞ്ഞത്. അത് ഫിറോസുമായി നേരിൽ സംസാരിച്ച് പരിഹരിക്കേണ്ട വിഷയമായിരുന്നു. സമൂഹ മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറയേണ്ടതില്ലായിരുന്നു എന്നാണ് ബിഷപ്പ് അടക്കമുള്ളവരുടെ പ്രതികരണം. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ചോർച്ച എന്നുമൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങളെ മോശമായി ബാധിക്കില്ലേ എന്നും അന്ന് ഫിറോസ് ചോദിച്ചിരുന്നു.